ലോകരാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മധ്യേഷ്യയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരിയിൽ ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് ആഗോള തീവ്രവാദത്തിനെതിരെയുള്ള ഒരു പടച്ചട്ട രൂപീകരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് കണ്ണുകൾക്ക് മുന്നിൽ രൂപപ്പെടുന്ന സമ്പൂർണ്ണ സഖ്യമെന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനപ്പുറം ലോകത്തെ പ്രധാന ജനാധിപത്യ ശക്തികളെയും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുതിയ ശാക്തിക ചേരി ഇവിടെ ജന്മമെടുക്കുന്നു. നെതന്യാഹു മുന്നോട്ട് വെച്ച ഹെക്സഗൺ അഥവാ 6 വശങ്ങളുള്ള സഖ്യം എന്നത് ഒരു വിപ്ലവകരമായ ആശയമാണ്. ഇത് ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുരക്ഷാ വലയം തീർക്കുന്നു. ഇതിലെ പ്രധാന പങ്കാളികൾ ഇവയാണ്. സഖ്യത്തിന്റെ നട്ടലായി വർദ്ധിക്കുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും വിപണിയും മാനവശേഷിയുമുള്ള രാജ്യമാണ്. അബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയ UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവർ സഖ്യത്തിന് സാമ്പത്തികവും ഇന്ധനപരവുമായ സുരക്ഷ നൽകുന്നു. വിഭവസമൃദ്ധമായ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഈ സഖ്യം അവരെ സഹായിക്കുന്നു.